റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയിലേക്ക് സ്വാഗതം. റവന്യൂ വാർത്തകൾ. പ്രധാന വാർത്തകൾ. സുനാമി ഫ്ളാറ്റുകളിൽ താമസിക്കുന്ന 1970 കുടുംബങ്ങൾക്ക് പട്ടയം നൽകുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള അധ്യക്ഷൻ, ഉപാധ്യക്ഷൻ തിരഞ്ഞെടുപ്പ് ഡിസംബർ 26-27 തീയതികളിൽ. അറിവിന്റെ ജനാധിപത്യം ആഘോഷമാക്കാൻ കേരള നിയമസഭ. അന്താരാഷ്ട്ര പുസ്തകോത്സവം 4ാം പതിപ്പ് ജനുവരി 7 മുതൽ. ന്യൂസ് 18 മലയാളി ഓഫ് ദ ഇയർ പുരസ്കാരം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജന്. വാർത്തകൾ വിശദമായി. സുനാമി പുനരധിവാസ പദ്ധതി പ്രകാരം 9 ജില്ലകളിൽ നിർമ്മിച്ച ഫ്ളാറ്റുകളിൽ താമസിക്കുന്ന 1970 കുടുംബങ്ങൾക്ക് ഭൂമിയിലെ അവിഭക്ത ഓഹരി കണക്കാക്കി പട്ടയം നൽകാൻ ഉത്തരവായതായി റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ അറിയിച്ചു. ഭാര്യയുടെയും ഭർത്താവിന്റെയും കൂട്ടായ പേരിലായിരിക്കും പട്ടയം അനുവദിക്കുക. പട്ടയത്തിൽ ഫ്ളാറ്റ് നിൽക്കുന്ന ഭൂമിയുടെ സർവേ നമ്പറും ഉൾപ്പെടുത്തും. പ്ലോട്ടിന്റെ ആകെ വിസ്തീർണം പരാമർശിച്ചുകൊണ്ട് ഫ്ളാറ്റുകളുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കി അവിഭക്ത ഓഹരി അവകാശത്തിനാണ് പട്ടയം നൽകുക. ഇത്തരത്തിൽ അവകാശം വ്യവസ്ഥ ചെയ്തുകൊണ്ട് ഭൂമി പോക്കുവരവ് ചെയ്ത തണ്ടപ്പേർ അനുവദിക്കും. ഭൂമിയുടെ ഉടമസ്ഥതയും റവന്യൂ രേഖകളും ലഭ്യമാകുന്നതോടെ ഫ്ളാറ്റുകളിൽ താമസിക്കുന്നവർക്ക് വായ്പ എടുക്കുന്നതുൾപ്പെടെ സൗകര്യം ലഭിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. സുനാമി പുനരധിവാസ ഫ്ളാറ്റുകളിൽ താമസിക്കുന്നവരുടെ ദീർഘകാലത്തെ ആവശ്യമാണ് ഈ സർക്കാർ നടപ്പിലാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് സുനാമി പുനരധിവാസ പദ്ധതി പ്രകാരം വിവിധ ജില്ലകളിൽ അനുവദിച്ച ഫ്ളാറ്റുകളുടെയും ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കിയ പുനർഗേഹം പദ്ധതി പ്രകാരം അനുവദിച്ച ഫ്ളാറ്റുകളുടെയും ഉൾപ്പെടെ വിവിധ സർക്കാർ പുനരധിവാസ പദ്ധതി പ്രകാരം അനുവദിച്ചിട്ടുള്ള ഫ്ളാറ്റുകളുടെ കൈവശക്കാർക്ക് മേൽവ്യവസ്ഥകൾ പ്രകാരം അവിഭക്ത ഓഹരി അവകാശം രേഖപ്പെടുത്തി നിലവിലുള്ള പട്ടയ നിബന്ധനകളോടെ ഗുണഭോക്താക്കളുടെ പേരിൽ പട്ടയം അനുവദിക്കുന്നതിന് ജില്ലാ കളക്ടർമാർക്ക് അനുമതി നൽകിയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. സംസ്ഥാനത്ത് ഫ്ളാറ്റ് ഉടമകൾക്ക് ഇതേ രീതിയിൽ കരം അടയ്ക്കാൻ അനുവാദം നൽകിക്കൊണ്ട് അടുത്തിടെ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. തദ്ദേശ സ്വയംഭരണ പൊതുതെരഞ്ഞെടുപ്പ് മാതൃകാ പെരുമാറ്റച്ചട്ടം പിൻവലിച്ചു. സംസ്ഥാനത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ഡിസംബർ 15 മുതൽ പിൻവലിച്ചതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ അറിയിച്ചു. എന്നാൽ സ്ഥാനാർത്ഥികളുടെ നിര്യാണത്തെ തുടർന്ന് 3 വാർഡുകളിൽ പ്രത്യേക തെരഞ്ഞെടുപ്പ് നടക്കാനുള്ളതിനാൽ മലപ്പുറം ജില്ലയിലെ മൂത്തേടം, എറണാകുളം, പാമ്പാക്കുട എന്നീ ഗ്രാമപഞ്ചായത്തുകളിൽ പൂർണ്ണമായും തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം വാർഡിൽ മാത്രമായും തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതുവരെ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതായിരിക്കും. തദ്ദേശ പൊതുതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് നവംബർ 10 മുതലായിരുന്നു മാതൃകാ പെരുമാറ്റച്ചട്ടം സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും നിലവിൽ വന്നത്. 2025 പൊതുതെരഞ്ഞെടുപ്പിന് ശേഷം ഡിസംബർ 21 സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള അധ്യക്ഷൻ, ഉപാധ്യക്ഷൻ തിരഞ്ഞെടുപ്പ് തീയതിയും സമയവും സംബന്ധിച്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവായി. മുനിസിപ്പൽ കൗൺസിലുകളിലെയും കോർപ്പറേഷനുകളിലെയും ചെയർപേഴ്സൺ, മേയർ തിരഞ്ഞെടുപ്പ് ഡിസംബർ 26 രാവിലെ 10:30 ഡെപ്യൂട്ടി ചെയർപേഴ്സൺ, ഡെപ്യൂട്ടി മേയർ തിരഞ്ഞെടുപ്പ് അന്നേ ദിവസം ഉച്ചയ്ക്ക് ശേഷം 2:30 നടത്തും. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിവയിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ഡിസംബർ 27 രാവിലെ 10:30 വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് അന്നേ ദിവസം ഉച്ചയ്ക്ക് ശേഷം 2:30 നടക്കും. ജില്ലാ പഞ്ചായത്ത്, കോർപ്പറേഷൻ എന്നിവയിൽ വരണാധികാരികളായി ജില്ലാ കളക്ടർമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും അതത് സ്ഥാപനങ്ങളിലെ വരണാധികാരികൾക്കാണ് ഇതിനുള്ള ചുമതല. മുനിസിപ്പാലിറ്റികളിൽ ഇതിനായി വരണാധികാരികളെ പ്രത്യേകം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അറിവിന്റെ ജനാധിപത്യം ആഘോഷമാക്കാൻ കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവം 4ാം പതിപ്പ് ജനുവരി 7 മുതൽ. രാജ്യാന്തര ശ്രദ്ധയാകർഷിച്ച കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ 4ാം പതിപ്പിനുള്ള ഒരുക്കത്തിലാണ് നിയമസഭ. 2026 ജനുവരി 7 മുതൽ 13 വരെ നിയമസഭാ വളപ്പിൽ നടക്കുന്ന പുസ്തകോത്സവത്തിൽ പ്രവേശനം തീർത്തും സൗജന്യമാണ്. ഈ ദിവസങ്ങളിൽ കേരള നിയമസഭാ ഹാളും നിയമസഭാ മ്യൂസിയവും സന്ദർശിക്കാനും പൊതുജനങ്ങൾക്ക് അവസരമുണ്ടായിരിക്കും. 200-ലധികം പ്രസാധകർ പങ്കെടുക്കുന്ന പുസ്തകോത്സവത്തിൽ 250-ലേറെ സ്റ്റാളുകളാണ് ഇത്തവണയും നിയമസഭാ വളപ്പിൽ തയ്യാറാകുന്നത്. തസ്ലീമ നസ്രീൻ, റാണ അയൂബ്, ചൂള നന്ദ, സമരനായകെ,
പ്രഫുൽ ഷീലേദാർ, സൈറ ഷാ ഹലീം, ബാനു മുഷ്താഖ്, ദേശീയ അന്തർദേശീയ തലങ്ങളിൽ ശ്രദ്ധേയരായ നിരവധി എഴുത്തുകാർക്കും മാധ്യമ പ്രവർത്തകർക്കും സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർക്കും ഒപ്പം മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരും പുസ്തകോത്സവത്തിൽ പങ്കെടുക്കും. പുസ്തക പ്രകാശനങ്ങൾ, പുസ്തക ചർച്ചകൾ, സംവാദങ്ങൾ, എഴുത്തുകാരുമായുള്ള അഭിമുഖ സംഭാഷണങ്ങൾ, പ്രഭാഷണങ്ങൾ എന്നിങ്ങനെ 6 വേദികളിലായി നിരവധി പരിപാടികൾ പുസ്തകോത്സവത്തെ സമ്പന്നമാക്കും. ന്യൂസ് 18 മലയാളി ഓഫ് ദ ഇയർ പുരസ്കാരം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജന്. ഓരോ മേഖലകളിലും നിസ്തുലവും പകരം വയ്ക്കാനില്ലാത്തതുമായ സേവന സംഭാവനകൾ നൽകിയവരെയാണ് മലയാളി ഓഫ് ദ ഇയർ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. കേരളത്തിന്റെ ഉള്ളുലച്ച വയനാടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത നാളുകളിൽ സർവ്വസന്നാഹങ്ങളെയും സേനകളെയും അണിനിരത്തി നടത്തിയ രാപ്പകൽ ഭേദമില്ലാത്ത രക്ഷാപ്രവർത്തനം, ദുരന്തഭൂമിയിൽ ബാക്കിയായവർക്ക് പുതുജീവിതം പ്രദാനം ചെയ്യാനുള്ള പുനരധിവാസ പ്രവർത്തനങ്ങൾ എന്നിവ ലോകോത്തര നിലവാരത്തിൽ ഏകോപിപ്പിച്ച് നേതൃപാടവം പരിഗണിച്ചാണ് ഈ പുരസ്കാരം കേരളത്തിന്റെ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജന് ന്യൂസ് 18 സമ്മാനിക്കുന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.